നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് മീനക്കൂറുകാരുടെ പുതുവർഷ ഫലത്തെയാണ്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതി രേവതി ഈ 2.25 നക്ഷത്രമാണ് മീനക്കൂറ്. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, പമ്പായം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതിലേക്ക് അയച്ചു തരണം. വാട്സപ്പിൽ സെൻഡ് ചെയ്താൽ മതി. പലവരും കാൾ ചെയ്യാറുണ്ട്, തിരക്കായത് കൊണ്ട് എടുക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. വാട്സപ്പിലാകുമ്പോൾ മെസ്സേജ് എനിക്ക് സൗകര്യം കിട്ടുമ്പോൾ നോക്കാം, നമുക്ക് മെസ്സേജ് ഫലങ്ങളൊക്കെ പറയാം, അറിയിക്കാം. ഇപ്പം മീനക്കൂറുകാർക്ക് ഈ വർഷം വരണം മെയ് വരെ വളരെ ദോഷമാണ്. കാരണം വ്യാഴഗ്രഹം 3-ൽ നിൽക്കുന്ന സമയമാണ്. വ്യാഴം 3 നിൽക്കുമ്പോൾ ഹരിഭവനെ സഹദേവ ഭഗതാം പത്യോ സ്ഥിതി കലഹ എന്നാണ്. കലഹമാണ്. വീട്ടിൽ കലഹം, നാട്ടിൽ കലഹം, പാർട്ട്ണറെ, ഫ്രണ്ട്സ്, ബന്ധുക്കൾ, സകല ആൾക്കാരുമായിട്ട് ഭയങ്കര സ്നേഹമായിട്ടിരുന്നവരൊക്കെ ആയിട്ട് നമ്മൾ വിരോധം കാണിച്ച് നമ്മുടെ ജീവിതം തുളയ്ക്കാതെ സൂക്ഷിക്കണം. നമ്മളിത്തി സ്നേഹമൊക്കെ ഉള്ള ആളാണെങ്കിൽ ഉപ്പറ്റി വാശി, ആക്രമം, അഹങ്കാരമൊക്കെ തോന്നുന്ന സമയമാണെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും തോന്നും. മറ്റാർക്കും കുടുംബക്കാർക്കൊക്കെ. എന്നാൽ നിന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് അടങ്ങുമെന്ന് കൂടെ നിൽക്കണവർക്ക് തോന്നുകയും അവർ തറ പറ തൊട്ട് സകല പാഠങ്ങളും പഠിച്ച് നമ്മൾ ഊപ്പാട് വലിക്കുന്ന സമയം. അതുകൊണ്ട് നമ്മൾ തറയാവാതിരിക്കാനും പറയാവാതിരിക്കാനൊക്കെ സൂക്ഷിക്കും. അങ്ങനെ ഭയങ്കര മോശം പിടിച്ചൊരു സമയമാണ്. ഇപ്പം 7 ശനി എന്ന് പറയുന്നതിൻ്റെ ജന്മശനി ഈ മാർച്ച് മാസം മുതൽ ആരംഭിക്കുകയാണ്, 29 മുതൽ. ഇപ്പോൾ 2.5 വർഷമാണ് ജന്മശനി. 7 ശനി എന്ന് പറയുന്നത് രാമലക്ഷ്മണന്മാർ രാജ്യവും ഭരണമൊക്കെ നഷ്ടപ്പെട്ട് വനത്തിൽ കയറിയ സമയമാണ്. അതുകൊണ്ട് നിങ്ങളൊരു രാജാവിനെ പോലെ ജീവിക്കേണ്ടുന്ന ഒരാൾ അധികാരവും പണവും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തൊരു വ്യക്തിയെപ്പോലെ ഹീറോയിൽ നിന്നും ഹീറോ ആയിട്ട് വരുന്ന സമയം. കേൾക്കുമ്പോൾ വിഷമം വരും, എൻ്റെ വിരോധവും തോന്നും. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗതികേട് വരാതിരിക്കാൻ വേണ്ടി ഒരു ഉപദേശമാണ് ഗുരുവായിട്ട് തോന്നുന്നത്. 2 ശനി വന്നാൽ നാനാരോഗം, ഒന്നും മാറി എന്ന അസുഖങ്ങൾ, സുഖത്തിനും സാമ്പത്തികം, ദാമ്പത്തികം, പുരോഗതിക്കൊക്കെ തടസ്സം. ദാമ്പത്യം വെച്ചാൽ ചെറിയ കാര്യം പറഞ്ഞ ആദിവാരിക വിളിക്കും, ഭർത്താവുകളൊക്കെ വീട്ടിൽ കലവും, ബന്ധുക്കളുമായിട്ട് കലവും, സ്ഥാനമാണ് നമുക്ക് കിട്ടേണ്ട അംഗീകാരം, അഭിവൃദ്ധി, ഐശ്വര്യം. ഒരു കുട്ടിയാണെങ്കിൽ പഠിക്കാൻ പോകുമ്പോൾ നല്ല മാർക്ക്, അംഗീകാരമൊക്കെ കിട്ടേണ്ട കൊച്ചായിരുന്നു. പക്ഷേ അതിന് ഫസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞ് തേടേ കിട്ടുകയുള്ളൂ. മാർക്ക് കുറവാണ്. എല്ലാത്തിനും A+ കിട്ടുമെന്ന് വിചാരിച്ചതിനെ, പക്ഷേ അത് കിട്ടിയില്ല. അതുകൊണ്ട് മക്കളുടെ ഒന്നും വഴക്കിന് പോകില്ല. മത്സരങ്ങൾക്കും പരീക്ഷയ്ക്കൊക്കെ ജയിക്കുന്നത് തന്നെ മഹാഭാഗ്യമാണ്. A+ കിട്ടിയില്ലെങ്കിലും ജയിച്ചാൽ മതിയെന്ന് വിചാരിച്ചു. മക്കളുടെ ഒന്നും വഴക്കിനൊന്നും പോകും. സ്ഥാനമാനങ്ങൾ കിട്ടാൻ തടസ്സം. സ്ത്രീകളെ കൊണ്ട് ബന്ധുക്കളെ, സ്വന്തം അമ്മ പോലും ശത്രുവാവുന്ന സമയമാണ്. അല്ലാത്ത പല സ്ത്രീകളും സ്നേഹം കാണിച്ച് വിരോധം കാണിക്കുന്ന സമയമാണ്. ചെറിയ സന്തോഷത്തിന് വേണ്ടി ചിലവരുമായിട്ട് കൂടും. അരമണിക്കൂർ കിട്ടുന്ന സന്തോഷം ജന്മം നമുക്ക് പാഴായി പോകുന്ന സമയമാണ്. ചെയ്യാത്ത കാര്യത്തിന് പീഡന കേസുകളിൽ പോലും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും പ്രതിയായി പോകുന്ന സമയമാണ്. സംശയം വീട് സ്ഥലമൊക്കെ വിറ്റുവറക്കി പോകണമെന്നും വിട്ടുമാറി പോകണമെന്നും ക്ഷയിച്ച് നശിച്ചു പോകുന്ന സമയമാണ്. കൃഷിയും നാൽക്കാലിയും വ്യാപാരവും നമ്മുടെ തൊഴിൽ, ബിസിനസ്, വരുമാന മാർഗങ്ങൾ എല്ലാം അങ്ങ് നിന്നുപോയതുപോലെ അങ്ങ് നിന്നു പോകുന്ന സമയമാണ്. അപ്പം അത് മെയ് മാസം വരെ ഇച്ചിരി കൂടുതൽ സൂക്ഷിക്കണം. കാരണം നമുക്ക് 3 ഗ്രഹപ്പിഴകളാണ് മാർച്ച് മുതൽ മെയ് വരെ നമ്മളെ വേട്ടയാടുന്നത്. ഒന്ന് ജന്മത്തിലെ രാഹു, 2 മാർച്ച് മുതൽ മെയ് വരെയുള്ള ശനി മീനത്തിൽ, 3 മെയ് വരെ വേഗം 3-ൽ. പിന്നെ ഗ്രഹങ്ങളെല്ലാം പിഴച്ചു നിൽക്കുന്ന സമയം ഗ്രഹപ്പിഴയാണ്. അപ്പോൾ ദുസ്തകേട വശത രുജാഗമം സ്വസ്ഥകേട വശതക ശമം മത് മന്ത്രനർത്ത ബലിപൂജ ഔഷധേ ദേവതാ ഭജനധാതു പോഷണീയാണ്. അപ്പം ഗ്രഹങ്ങൾ പിഴച്ചു വരുന്ന കാലം ഗ്രഹപ്പിഴ അതിന് ഗ്രഹപ്പിഴയൊക്കെ നല്ല ജോലി ഉണ്ടായിരുന്ന അധികാരം, പൈസ എല്ലാം ഉണ്ടെല്ലാം പോയത്
അതുപോലെ നവകന്തരോ ഗ്രഹപ്പുഴ നവകന്തരോ ഗ്രഹപ്പുഴ ആയിരിക്കും എന്ന് പറയും. അതാണ്. അപ്പോൾ വിരാഗമം ഇല്ലാത്ത രോഗങ്ങളും അസുഖങ്ങളൊക്കെ വരും. ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ ചെയ്താലും പെട്ടെന്ന് മാറാത്ത അസുഖങ്ങൾ പോലും ഉണ്ടായിപ്പോകും. സ്ഥാനാരോഗം സുഖത്തിനും സാമ്പത്തികം ദാമ്പത്തികം പുരോഗതിക്ക് തടസ്സം സ്ഥാനമാനങ്ങളൊക്കെ പോകും. അങ്ങനെ ദുസ്തകയുടെ വശത രുജാഗമം രോഗങ്ങൾ വരും. സ്വസ്ഥതയുടെ വശതയ്ക്ക് എപ്പോഴും ഗ്രഹപ്പുഴ മാറും, അപ്പോഴേ നമുക്ക് ശമനം വരും. ഈ 2.5 വർഷം ഭയങ്കര ദോഷം കഴിഞ്ഞാണ് നല്ലത് വരാൻ ഇനിയെങ്കിലും യോഗം. മന്ത്രം ജപിക്കണം. നമ്മൾ തന്നെ മുത്തുഞ്ചയ മന്ത്രം നവഗ്രഹ മന്ത്രങ്ങളൊക്കെ ജപിക്കണം. മന്ത്രം അമ്പലത്തിലും കുടുംബക്ഷേത്രത്തിലും പൂജ പരിപാടി നടത്തണം. നൃത്തം കൊഴുതി പൂജയൊക്കെ നടത്തണം. ബലി ഉത്സവ ബലി അപ്പൂപ്പന്മാരും മരിച്ചു പോയിട്ടുള്ള പിതൃക്കൊക്കെ ബലി സ്വത്വബലി ഇതൊക്കെ നടത്തണം. ഔഷധം കഴിക്കണം. ദേവതാ ഭജനം ദേവന്മാരെ ഭജിക്കണം. അപ്പം നമുക്ക് ദോഷങ്ങൾ മാറി നല്ലത് വരും. നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചപ്പോൾ നമ്മൾ നല്ല ഭക്തിയും ദൈവീകമൊക്കെ ഉള്ളവർ തന്നെയാണ്. പക്ഷേ ഈ സമയത്ത് നമുക്ക് ദൈവങ്ങളും വേണ്ട ബന്ധുക്കളും വേണ്ട ആരും വേണ്ട എന്ന് തോന്നുന്ന തരത്തിൽ നമ്മൾ വാശി കാണിക്കും, വിരോധം കാണും. അങ്ങനെ വേഴം 3 നിൽക്കുമ്പോൾ സന്താനങ്ങൾ സഹോദരങ്ങൾ ഒക്കെ ശത്രുക്കളാവും. പാർട്ണറും ഫ്രണ്ട്സൊക്കെ ശത്രുക്കളാവും. കലഹമാണ്, എല്ലാവരുടെയും വിരോധം തോന്നുന്ന സമയം. നമ്മൾ കലഹം കാണിക്കേണ്ട ഗണപതി പൂജ, ഭഗവതി പൂജ, മുത്തുഞ്ചോമം, ഐശ്വര്യ പൂജ, ഈ നവഗ്രഹ പൂജ, ഏഴാണ്ട ശനിക്ക് ഹനുമാൻ, ശാസ്താവ്, മുരുകൻ, കാലഭൈരവ സ്വാമിയൊക്കെ ഭജിക്കണം. നമുക്കുള്ള പരിപാടികൾ നിങ്ങൾ ആ ഓണം ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കണം. കടങ്ങളും വലിയ ബാധ്യതകളും വലിയ ബിസിനസ്സുകളൊക്കെ ചെയ്ത് നമുക്ക് പെട്ടെന്നങ്ങ് കോടീശ്വരനാവാമെന്ന് വിചാരിക്കരുത്. ഉള്ള കോടികൾ അല്ലെങ്കിൽ പൈസകളോ നിലനിർത്താൻ ശ്രമിക്കണം. അല്ലെങ്കിൽ കയ്യിരിക്കുന്നത് ബാങ്കുകാർ കൊണ്ടു വിറ്റ് നമുക്ക് കടം തീർക്കേണ്ടി വരും. നമ്മൾ വിചാരിച്ചതുപോലെ നമ്മുടെ പരിപാടികൾ വിജയിക്കാതിരിക്കും. നമ്മൾ അന്നും ഇന്നും എന്നും നമ്മൾ ഓരോരുത്തരും അവർ ചെയ്യുന്ന മേഖലയിൽ മിടുക്കന്മാരായിട്ടാകാൻ മാത്രമേ ശ്രമിക്കൂ. പരാജയം വരാൻ വേണ്ടി ആരും ഇതുവരെയും പരിശ്രമിച്ചിട്ടില്ല. വിജയം കിട്ടാൻ വേണ്ടി മാത്രം പരിശ്രമിക്കുന്നവരാണ്. പക്ഷെ ഈ സമയത്ത് വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചാലും പരാജയങ്ങളും കടങ്ങളും അപകടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ട്. അപകടമുണ്ട്. വണ്ടി ഓട്ടിക്കണം, സൂക്ഷിക്കണം. നിങ്ങൾ ബോട്ട് വള്ളത്തിലൊക്കെ ചാടുന്നവർ സൂക്ഷിക്കണം. വള്ളത്തിലൊന്നും പോകുന്നത് സൂക്ഷിക്കണം. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കടലിലൊക്കെ ഇറങ്ങി കുളിക്കാമെന്ന് വിചാരിക്കുമല്ലോ. വെള്ളത്തിലൊക്കെ പോകുന്ന അപകടങ്ങൾ മരണകട്ടികളൊക്കെ വാഹന അപകടങ്ങളുള്ള സമയത്ത്. അതുകൊണ്ട് മുത്തുഞ്ചോമം, നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജ, ശത്രുഘ്നയുടെ പൂജയൊക്കെ ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് നല്ല ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമതകളൊക്കെ ഉണ്ടാകും. കാരണം മെയ് മാസം വരെയാണ് വളരെ ദോഷം. മെയ് കഴിയുമ്പോൾ ഒരു ഗ്രഹപ്പഴ മാറും. എന്തൊരു ഗ്രഹപ്പഴ മാറും? വേഴം 3-നും 4-ലോട്ട് വരും. അപ്പം നല്ലതാണ്. വേഴം 4 വരുമ്പോൾ ക്ഷേത്രം ഗോ ശയനാസനാന് സുഖം വിശേഷാമി ലാഭവും. വീടും വസ്തുവും കെട്ടിടവും വാഹനമൊക്കെ കിട്ടും. നമ്മൾ ജപ്തി ചെയ്ത് ബാങ്കുകാർ കൊണ്ടുപോകുന്ന വസ്തുക്കൾ പോലും നമുക്ക് പിടിച്ച് നിലനിർത്താൻ പറ്റും. നമുക്ക് ഉള്ള നേട്ടങ്ങൾ നല്ല രീതിയിൽ വരും. ബന്ധുക്കളൊക്കെ സ്നേഹിച്ച് പരിഹരിച്ചു വരും. മക്കൾക്ക് വിവാഹം, ജോലി, പൈസയൊക്കെ കിട്ടും. അങ്ങനെ അവരെ കൊണ്ടുള്ള സ്നേഹവും സൗഹൃദങ്ങളൊക്കെ കിട്ടും. രാഹു ജനിച്ച രാശിയിൽ നിന്ന് മാറി വരും. 12-ലോട്ട് വരും. അപ്പം ജന്മത്തിൽ രാഹു നിൽക്കുമ്പോഴാണ് കുതിരയെ പോലെ നടക്കുന്നത്, പാമ്പിനെ പോലെ എഴുതുന്നത്. ഓർത്തോ ന്യൂറോ ഗ്യാസ്ട്രോ സൈക്കോ പ്രോബ്ലങ്ങളൊക്കെ വരുന്നത്. കാലിലൊക്കെ മുറിവും ചതവൊക്കെ വന്ന് പൊട്ടി നീരും പഴുപ്പൊക്കെ വന്ന് ആശുപത്രിയിൽ പോയാൽ ഭയങ്കര കുഴപ്പമാണെന്ന് പറഞ്ഞ് നമ്മളെ ഊപ്പാട് വരും. കാല് മുറിക്കണം, കൈ മുറിക്കണം എന്നൊക്കെ പറയുന്ന സമയമാണ്. അതുകൊണ്ട് ചെറിയ അസുഖം വന്നാലും ട്രീറ്റ്മെൻറ്റ് ചെയ്താലും പെട്ടെന്ന് ഗുണം കിട്ടിയില്ലെന്ന് വിഷമിക്കരുത്. നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് പരിഹാരങ്ങളൊക്കെ ചെയ്യണം. നാഗർക്കും പരിപാടി ചെയ്യണം. സർപ്പം ജന്മത്തിന് ശാസ്താവിനെ പഠിക്കണം. കാലഭൈരവത്തെ പഠിക്കണം. പിന്നെ 3-ലെ വേദത്തിനും മഹാവിഷ്ണുവിനെ പഠിക്കണം. ഭാഗ്യസൂക്തം, ഐക്യമത്വ സൂക്തം, നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജ നിങ്ങളും വീട്ടിൽ നിന്ന് സമയം കിട്ടുമ്പോൾ ജപങ്ങളും തപങ്ങളും ഒക്കെ നമുക്ക് നടത്തണം. പൂജകളോ പരിപാടികളൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്താൽ നല്ലതായിരുന്നു. നമ്മളെന്നും പൂജ ചെയ്യണം, വഴിപാട് കിടക്കണം, എന്നിട്ട് അത് പോരെന്ന് ചിലവർ തോന്നും. ഞാൻ ഒരുപാട് പൂജയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയണവരും ധാരാളമെങ്കിലും ഇങ്ങനെയുള്ള സമയദോഷം വരുമ്പോഴും തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന പുണ്യം നല്ലതാണ്, പൂജ നല്ലതാണെങ്കിൽ നമ്മൾ വീണ്ടും പരിഹാരങ്ങളും പൂജകളൊക്കെ ചെയ്യുമ്പോൾ നല്ലത്.
നിങ്ങൾക്കും കുടുംബത്തിനും സന്താനങ്ങൾക്കും നല്ലത് വരുന്നതിന് വേണ്ടി എല്ലാവരോടും സ്നേഹമായിട്ട് ജീവിക്കണം. കാലഭൈരവ ക്ഷേത്രത്തിൽ മാസം പ്രതി എല്ലാ കർത്തവാവിനും അമ്പലം വൈകുന്നേരം വരെ തുറന്നിരിക്കും. ആ സമയത്ത് രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജോമം, 4 മണിക്ക് യമരാജ പൂജ, 5 മണിക്ക് മൃത്യുഞ്ജോമം, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ അഭിഷേകം, വലിയ അഭിഷേകങ്ങൾ, ആരതികൾ, പുഷ്പാഭിഷേകം, അങ്ങനെ ഭസ്മാഭിഷേകമൊക്കെ ഉണ്ട്. എല്ലാ പൂജകളിലും പങ്കെടുത്ത് ദോഷം തീർക്കാൻ പറ്റും. ഒരുപക്ഷെ വിദേശത്തിരിക്കുന്നവർക്ക് പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് പൂജ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഭക്തജനങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കും. പിന്നെ ജാതകം പരിശോധിച്ച് നോക്കിയിട്ട് ജാതകത്തിൽ നല്ല ദശാകാലങ്ങളാണെങ്കിൽ ദോഷം കൂടുതൽ ബാധിക്കില്ല. പക്ഷേ ജാതകത്തിലും കൂടെ ഗ്രഹപ്പഴ ഉണ്ടെങ്കിൽ വളരെ ദോഷം. 7ാം ശനി 30 വർഷത്തിലൊരിക്കലെന്ന് പറയുന്നത് ആദ്യം 30 വയസ്സിന് അകത്ത് വരുന്ന ശനി മംഗശനി, 60 വയസ്സടുപ്പിച്ച് വരുന്ന ശനി പൊങ്കശനി, 90 വയസ്സടുപ്പിച്ച് വരുന്ന ശനി മരണശനിയാണ്. അപ്പോൾ പ്രായമനുസരിച്ച് പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിച്ച ശനിയുടെ ദോഷങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് ദോഷം ബാധിക്കാതെ രക്ഷപ്പെടാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.